കൂട്ടി വായിക്കേണ്ടത് ഇന്നലെ സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങളാണ്. രാജീവ് ചന്ദ്രശേഖറിന് ഇപ്പോൾ സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. നമ്മൾക്ക് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം. ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കണം. ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട്. അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായിട്ട് നടക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് ഡയറക്ഷൻ വാങ്ങുന്നു. പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു. കേസ് അന്വേഷണത്തിൽ ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് 2024 ജൂലൈ മാസം 24-ാം തീയതി വന്ന ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. കൺസിഡറിംഗ് ദ എബവ് അനാലിസിസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ദി prosecution has failed to establish the occurrence and allegations beyond reasonable doubt. The evidence presented does not sufficiently connect the accused to the alleged offences. The inconsistencies in these testimonies and the lack of corroborative evidence undermine the prosecution case. Therefore, the allegations against the accused are not proved beyond reasonable doubt. The accused are entitled to the benefit of the doubt and acquittal. An overall assessment of the evidence reveals that all points are answered against the prosecution. ഇതിൽ കൂടുതൽ എന്താ വേണ്ട ജഡ്ജ്മെന്റ്? മീഡിയ വണ്ണിന് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരിക്കും ചാനൽ. അല്ല ഇത് അതെ അല്ല കഴിയട്ടെ. ഈ രണ്ടാമത്തെ അയച്ച ജഡ്ജ്മെന്റിൽ ഇതിൽ പരാതിയായിട്ട് അവർ പറയുന്നത് മർദ്ദിച്ചു എന്നും ചെയർ ഉപയോഗിച്ച് അടിച്ചു എന്നുള്ളതാണ്. അതിനെപ്പുറത്തേക്ക് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അല്ല, അതിൽ അങ്ങനെയുള്ള ഒരാള് കോടതിയിൽ കൊടുത്ത ഇതാണ് കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിംഗ് സമയത്ത് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ കോടതി പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം തന്നെ കോടതിയിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു കേസേ വന്നിട്ടില്ല. അങ്ങനെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇരയുടെ മൊഴി രേഖപ്പെടുത്തും. സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട കേസെടുത്ത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസാണ്. പിന്നീട് ഈ ഫിസിക്കൽ അബ്യൂസും സെക്ഷൽ അബ്യൂസും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഫിസിക്കലി വർദ്ധിച്ചു എന്നുള്ളതായിരിക്കും കേസ്. അല്ല, പരാതി കൊടുത്തത് നിങ്ങൾ പരാതി വായിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ പഠിക്കേ, കേസിനെ കുറിച്ച് പഠിക്കേ. രണ്ട് കേസുണ്ട്. രണ്ട് ജഡ്ജ്മെന്റാ. ഒന്ന് 2000 അല്ല, അവര് കൊടുത്ത പരാതിയെ സംബന്ധിച്ച് പോലീസിൽ കൊടുത്ത പരാതി, പോലീസ് FIR ഇട്ടു 700. അതാണല്ലോ പോലീസ്. അതെയല്ലോ നിങ്ങൾ അതായത് ഒരു സിവിൽ കേസും അതുപോലെ തന്നെ ഒരു അതിക്രമത്തിന്റെ പരാതിയിൽ രണ്ടിലും താങ്കൾക്ക് അനുകൂലമായ വിധി ഉണ്ടായെന്നാണ് താങ്കൾ പറയുന്നത്. പക്ഷെ ആ പരാതികളില് സെക്ഷൽ അബ്യൂസ് എന്നൊരു കാര്യം അന്ന് ഉന്നയിച്ചിരുന്നോ എന്നുള്ളതാണ്. ഉന്നയിച്ചിരുന്നു. ജഡ്ജ്മെന്റില് ഞാൻ ജഡ്ജ്മെന്റ് മുഴുവൻ വായിച്ചില്ലല്ലോ. ഫുൾ ഇതും കൂടെ നിങ്ങൾ വായിച്ചു നോക്ക്. ഒരു മിനിറ്റ്. അല്ല, ജഡ്ജ്മെന്റില് ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് എഴുതിയത്, ജഡ്ജല്ല എഴുതിയത്. അല്ല, ഇതില് ഈ 323 അതായത് പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കും. FIR ഇട്ട ശേഷം പോലീസ് പരാതിയെക്കുറിച്ച് അന്വേഷിക്കും. പറയുന്നത് ശരിയാണെങ്കിൽ അത്തരം സെക്ഷനുകളിൽ ഇടുള്ളൂ. നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ. അല്ല, ഒരു പരാതി കിട്ടിയതും പോലീസ് അതിലെല്ലാ സെക്ഷനും ഇടുവോ? പോലീസ് FIR ഇടും, ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇടും. ആ FIR ചാർജ് ചെയ്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. അതിൽ ചിലപ്പോൾ കൂടുതലായിട്ടുള്ള സെക്ഷൻ FIR ഇട്ടുണ്ടെങ്കിൽ അത്തരം സംഭവം നടന്നിട്ടില്ലെങ്കിൽ FIR ആ സെക്ഷനുകൾ ഒഴിവാക്കും. കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ സെക്ഷൻ കുറവാണെങ്കിൽ പോലീസ് കൂടുതൽ സെക്ഷനുകൾ ആഡ് ചെയ്യും. അതാണല്ലോ പതിവ്. ഈ കേസിലും ഈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഈ പരാതിയിലെല്ലാം ഉണ്ട്. താങ്കൾ തന്നെ സമ്മതിക്കുകയാണ് ഈ ഒരുപക്ഷെ പോലീസ് അത് കഴമ്പില്ലെന്ന് നോക്കി തള്ളിക്കളഞ്ഞില്ല. കോടതിയിൽ നിന്ന് ആ സെക്ഷൽ അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല ഉത്തരവും താങ്കൾക്ക് ലഭിച്ചിട്ടില്ല. എനിക്ക് കോടതിയിൽ ഈ FIRന്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതിയിൽ കേസെത്തുന്നത്. കോടതിയിൽ എത്തിയ കേസിൽ ഇത് സംബന്ധിച്ച് ചാർജ് ചെയ്ത കേസിൽ എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിപ്പോയി കഴിഞ്ഞു. നിങ്ങള് നിയമത്തിനെ വളച്ചൊടിക്കണ്ട. ഞാൻ പറയാനുള്ള കഴിയട്ടെ.
ഞാൻ പറയാനുള്ള കഴിയില്ല. അപ്പോൾ ഈ 2023 ഓഗസ്റ്റിലും 2024 ജൂലൈയിലുമായിട്ട് 2 കേസും തള്ളിപ്പോയി കഴിഞ്ഞു. സ്വത്ത് തർക്ക് അതെ 2000 ഓഗസ്റ്റ് 16-ാം തീയതി സ്വത്ത് തർക്ക് കേസ്, 2023 ഓഗസ്റ്റ് 16-ാം തീയതി സ്വത്ത് തർക്ക കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. 2024 ജൂലൈ 24 ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുത്ത് കള്ളപ്പരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ പേരിലുള്ള വിധിയും വന്നു. ഇതിൽ കൂടുതൽ കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം? കോടതി സെക്ഷൽ അബ്യൂസ് എന്നുള്ളതല്ലോ അന്ന് കോടതി വിധിച്ചത്. നിങ്ങൾ വളച്ചൊടിക്കണ്ട. ഒരാൾ പരാതി കൊടുത്തു, നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോലീസ് ആദ്യം FIR ഇടും. FIR ഇട്ട് പോലീസിൻ്റെ രണ്ടാമതൊരു അന്വേഷണം നടത്തും. അറിയാലോ അല്ലേ? അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ നിങ്ങൾ കൊടുത്ത പരാതി കള്ളപ്പരാതിയാണെങ്കിൽ പോലീസ് പ്രൊസീഡ് ചെയ്യില്ല. പിന്നെ കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചു. ഈ പരാതിയിൽ നിന്ന് താങ്കൾ എന്താ പറയുന്നത്? ഈ പരാതിയുടെ മുകളിലാണല്ലോ കേസ് FIR ഇട്ടത്. അല്ല ഈ കേസ് 2023 ഓഗസ്റ്റ് 16 സ്വത്ത് തർക്ക കേസും 2024 ജൂലൈ വേറെ കേസുമാണ്. കേസ് നമ്പർ 225/2015 ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ 244 IPC. ഇതാണ് ക്രൈം നമ്പർ അണ്ടർ സെക്ഷൻ 341, 323, 324, 334 IPC. ഇതൊക്കെ ചാർജ് ചെയ്തിട്ടാണല്ലോ കേസ്. സ്വത്ത് തർക്കമാണ് ഇത്. പോലീസില് അതെ അവര് പരാതി കൊടുത്ത അങ്ങനെയാണ്. അല്ലല്ല, പരാതിയിൽ എല്ലാം പറയുന്നുണ്ട്. പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തില് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പോലീസിന് ഇന്ന് ഇന്ന് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത കാലമാണ്. മൊബൈൽ ടവർ മറ്റൊക്കെ ചെയ്തത് പോലീസിന്റെ കയ്യിൽ നിന്ന് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശാരീരികമായി അതിക്രമിച്ച കാര്യവും ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ സെക്ഷൽ അബ്യൂസ്മെന്റ് ഉണ്ടായിട്ടില്ല എന്ന് കണ്ടിട്ട് ആ വകുപ്പ് ഒഴിവാക്കിയെന്നാണ് താങ്കൾ പറയുന്നത്. അതെ അവര് കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കോടതിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഡയറക്ഷൻ വാങ്ങിയിരുന്നു. കൃത്യമായിട്ട് അന്വേഷണം നടക്കണം എന്നൊക്കെ പറഞ്ഞ ഡയറക്ഷൻ അവര് വാങ്ങിയിരുന്നു. ക്രൈം നമ്പർ 712/2004 ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ. അതിൽ പറയുന്നുണ്ടല്ലോ, ദ പ്രയർ ഓഫ് ദ പെറ്റീഷൻ മേ ബി പെർമിറ്റഡ് ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സി കൃഷ്ണകുമാറിന്റെ ഈ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ തന്നെ ബലാത്സംഗ കേസിൽ വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം തത്സമയം ഓർക്കേണ്ടതുണ്ട്. ബലാത്സംഗ കേസിൽ വേടന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഡി ബിനോയ്, കൃഷ്ണകുമാറിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമായിട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി നൽകിയ സ്വത്ത് തർക്ക കേസിൽ അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടായി. ആ വിധി എന്ന് പറയുന്നത് കോടതി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഒരു തെളിവും തനിക്കെതിരെ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതേസമയം മാധ്യമപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ആ തള്ളിക്കളഞ്ഞ കേസിൽ ഈ പറയുന്ന സെക്ഷൽ അബ്യൂസ് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട തർക്കമാണ്. വാർത്താ സമ്മേളനം തുടരുകയാണ്. ആയിട്ടാണ് ഈ താങ്കൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതി പോയിരിക്കുന്നത്. അതാണ് ഇന്ന് വാർത്തയായി വരികയും ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ 15-ലും 20-ലും ഒക്കെ പൊട്ടിച്ചിട്ട് പൊട്ടാതെ പോയ സാധനം അന്നത്തെ നേരത്തെയുള്ള BJP സംസ്ഥാന അധ്യക്ഷന്മാർക്കും ഒരേ 15-ലും 20-ലും ഒക്കെ കൊടുത്താണല്ലോ. അന്നെല്ലാം പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ പാർട്ടി നടപടിയെടുക്കാതിരുന്നു. ചില ആളുകൾക്കെതിരായിട്ടുള്ള പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അതറിയാലോ അല്ലേ? ചില ആളുകൾക്കെതിരായിട്ട് പരാതി ലഭിച്ച സമയത്ത് അത്തരം ആളുകളുടെ എതിരായിട്ട് ലഭിച്ച പരാതിയിൽ
കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അത്തരം ആളുകളെ, ഇത്തരം സമാനമായിട്ടുള്ള പരാതി ലഭിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്ന് ഈ 15-ലും ആരാണെന്ന് നിങ്ങൾക്കറിയാലോ, സന്ദീപ് വാര്യരെ മാറ്റി നിർത്തിയത് നിങ്ങൾക്കറിയില്ലേ? പാർട്ടിയിൽ നിന്ന് സമാനമായിട്ടുള്ള പരാതിയാണ്. എൻ്റെ 1984 തൊട്ട് ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്ത ആളാണ്. എന്നെ ഒരു ദിവസം പോലും ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ മടിയിൽ കനവില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം വന്നോട്ടെ, എനിക്ക് യാതൊരു വിധത്തിലുള്ള ഭയവുമില്ല. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. വി.ഡി. സതീശനും കോൺഗ്രസിൻ്റെ നേതാക്കളും എന്നെ ഈ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തിൽ നിന്ന് പാലക്കാട് സമരരംഗത്ത് മാറ്റാം, BJP എന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകാത്ത സ്വപ്ന. ഇതില് അന്ന് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് എനിക്കെതിരായിട്ട് 15-ലും 20-ലും ഇത് ഓപ്പറേറ്റ് ചെയ്ത ആള് ഇപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആരാണ് ഓപ്പറേറ്റ് ചെയ്തത്? 2 ദിവസം മുമ്പ് ആരാ നനഞ്ഞ പടക്കം പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കും പറഞ്ഞ് ആ സ്വാമി തന്നെ എന്തിനാ നിങ്ങൾക്ക് അല്ല തേങ്ങ ഉടയ്ക്കും പറഞ്ഞ സ്വാമിയെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാലോ. തേങ്ങ ഉടയ്ക്കും പറഞ്ഞ സ്വാമിയെ കുറിച്ച് അറിയാലോ. 15-ലും 20-ലൊക്കെ പാർട്ടിക്കകത്ത് നിന്നിട്ട് ഈ കാര്യങ്ങൾ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ആ അതെ, ഞാൻ പറഞ്ഞല്ലോ. ഇതില് പാർട്ടിയുടേതായിട്ടുള്ള അന്വേഷണം നടത്തി ഇതിൽ യാതൊരു കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധനമാണ്. ശരി, പരാതിക്കാര് വാർത്താ സമ്മേളനം നടത്തി അന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതല്ല. അപ്പൊ ഇതെപ്പോഴും ഇങ്ങനെ വരുത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ എന്താണെന്നാണ് തോന്നുന്നത്? 2015 നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടർമാരുണ്ടായിരുന്നല്ലോ, എല്ലാ പത്രങ്ങളുടെയും ചാനലുകളിലേക്ക് റിപ്പോർട്ടർമാർ 15-ലും 20-ലൊക്കെ ഉണ്ട്. ഏഷ്യാനെറ്റിന്റെ ബിനുരാജായിരുന്നു, മാതൃഭൂമിയുടെ അബിലാലായിരുന്നു, ഷുക്കൂർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട് മീഡിയ വണ്ണിന്റെ. അന്ന് മാതൃഭൂമിയിലായിരുന്നു ഷുക്കൂർ. അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇത് യാതൊരുവിധ കഴമ്പില്ല എന്നുള്ളതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞ സാധനമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് 5-5 കൊല്ലം കൂടുമ്പോഴാണ്. നിങ്ങൾ ആ ടൈം ഗ്യാപ്പ് നോക്കണം. 2015, 2020, ഇനി 2029-ലോ 30-ലോ വരും. ഞാൻ ഇതിലൊന്നും ഭയക്കില്ല. ഞാൻ ഇതില് ഏത് തരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഇതില് ആരായിരുന്നു വക്കീലെന്നറിയോ സിവിൽ കേസിൽ? കെ പി പ്രമോദാ. അപ്പോൾ പ്രമോദ് എനിക്ക് അനുകൂലമായിട്ട് നിൽക്കില്ലല്ലോ. 2014-ൽ പരാതി വരുമ്പോൾ ഭാരതീയ ജനത, ഒരു മിനിറ്റ്, 2000 മറ്റേത് പ്രോസിക്യൂട്ടറല്ലേ കയറുള്ളൂ. അല്ല ഗൂഢാലോചന അല്ല ഞാൻ പറയുന്നത്. ഇനി വക്കീലിനെ സ്വാധീനിച്ചു നിങ്ങൾ അടുത്ത് പറയണ്ട. 2014-ൽ BJP അല്ല കേരളം ഭരിക്കുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ പരാതി വരുന്നത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കോൺഗ്രസ് ആണല്ലോ. BJP അല്ലല്ലോ. 2020-ൽ ഇത് ഇത്തരത്തില് പത്രസമ്മേളനമൊക്കെ നടത്തുന്ന സമയത്തും ഞങ്ങളല്ല ഭരിക്കുന്നത്. LDF അല്ലല്ല അത് സംസ്ഥാന ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റിന് ദൈനംദിനം ഒരു 100-150 ഇത്തരത്തിൽ പരാതികൾ, നിവേദനങ്ങൾ എല്ലാം വരും. അപ്പോൾ എല്ലാ പരാതികൾക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ നിങ്ങളെ ലെറ്റർ പരാതി കിട്ടി അതിൽ അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നുള്ളത് അത് പോകുന്നതാണ്. അത് നിങ്ങളൊരു മെയിൽ അയക്കേ വൈകിട്ടാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം വരും. മന്ത്രിമാരുടെ ഓഫീസിലേക്ക് അയച്ചാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഇതാണ്. അദ്ദേഹത്തിന് വരുന്ന ഏത് പരാതിയിലും ഏത് നിവേദനത്തിലും അത് റിസീവ് ചെയ്തു എന്നുള്ള അക്നോളജ്മെൻ്റാണ്. എന്നോട് ഇതുവരെ ഇത്തരം ഒരു പരാതി ലഭിച്ചതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരാതിയെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ സംസ്ഥാന അധ്യക്ഷൻ നിന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വാട്സാപ്പ് മുഖേന അയച്ചു കൊടുത്തിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലല്ലോ. എനിക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളെയും, എനിക്ക് എൻ്റെ ഭാരവാഹികളെയും മുഴുവൻ പ്രവർത്തകരെയും എനിക്ക് പരിപൂർണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവ് തന്നെയാണ് ഇതിന് പറഞ്ഞത്. നിങ്ങൾക്ക് ശ്രീ കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പീഡന പരാതി തള്ളുകയാണ് സി കൃഷ്ണകുമാർ. BJP നേതാവായ ശ്രീ കൃഷ്ണകുമാറിനെതിരായ പീഡന പരാതിയിലാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. പീഡനത്തിന് ഇരയായെന്ന് കാണിച്ച പാലക്കാട് സ്വദേശിന് പരാതി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ശ്രീ കൃഷ്ണകുമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്.
രാജീവ് ചന്ദ്രശേഖരനായിരുന്നു യുവതി പരാതി നൽകിയത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ്. നേരത്തെ